വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഓൾ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷൻ തിയറത്തിനെ കുറിച്ചാണ്. പ്രൊബബിലിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് തിയറികളാണ് അഡീഷൻ തിയറവും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറവും. അപ്പം നമ്മൾ ഇന്ന് അഡീഷൻ തിയറമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അഡീഷൻ തിയറം ഓഫ് പ്രൊബബിലിറ്റി ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിൽ അഡീഷൻ തിയറം എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ദ അഡീഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദ ഇവൻറ്റ്സ് ദെൻ ദ പ്രൊബബിലിറ്റി ഫോർ എ ഓർ ബി ടു ഹാപ്പൻ ഈസ് ദ സം ഓഫ് ദെയർ പ്രൊബബിലിറ്റീസ്. അതായത് രണ്ട് ഇവൻറ്റ്സുകളായ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവായ ഒരു കേസിൽ എ ഓർ ബി, എയോ അല്ലെങ്കിൽ ബിയോ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ആകെത്തുകയായിരിക്കും. ദാറ്റ് മീൻസ് എ പ്ലസ് ബി. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, പി ഓഫ് എ ഓർ ബി, പ്രൊബബിലിറ്റി ഓഫ് എയോ അല്ലെങ്കിൽ ബിയോ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ടെക്നിക്കലി ഇതിനെ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് പറയാം. ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എയിലും ബിയിലും കോമൺ എലമെൻറ്റുകളൊന്നും ഉണ്ടാവില്ല. എയും ബിയും തീർത്തും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സുകളായിരിക്കുമെന്ന് ഓർത്തു വെക്കുക. ആ ഒരു കേസിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നിങ്ങൾ കാണാൻ സാധിക്കും. ഒരു യൂണിവേഴ്സൽ സെറ്റിനകത്ത് രണ്ട് സബ്സെറ്റുകളാണ് എ എന്ന് പറയുന്ന സെറ്റും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റും. ഈ രണ്ട് സെറ്റുകളിലും കോമൺ എലമെൻസുകൾ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ പി ഓഫ് എ ഓർ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇനി നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഇനി നമ്മൾക്ക് അഡീഷൻ തിയറവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ നോക്കൂ, ഒരു പ്രോബ്ലം. ദ പ്രൊബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് സേ എക്സ് വിൽ സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം ഈസ് 1/8 ആൻഡ് ദ പ്രൊബബിലിറ്റി ദാറ്റ് അനദർ സ്റ്റുഡൻറ്റ് സേ വൈ വിൽ സോൾവ് ദ വെരി സെയിം പ്രോബ്ലം ഈസ് 1/4. വാട്ട് ഈസ് ദ പ്രൊബബിലിറ്റി ദാറ്റ് ഐദർ എക്സ് ഓർ വൈ വിൽ സോൾവ് ദ പ്രോബ്ലം? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രോബ്ലം എക്സ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/8 ആണ്. അതേ പ്രോബ്ലം വൈ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സോ അല്ലെങ്കിൽ വൈയോ ഈ പ്രോബ്ലം ചെയ്യാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഇവൻറ്റുകളാണല്ലേ ഉള്ളത്. ഫസ്റ്റത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് എക്സ് സോൾവ് ചെയ്യാനുള്ള സാധ്യതയും രണ്ടാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് വൈ ഇത് സോൾവ് ചെയ്യാനുള്ള സാധ്യതയുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവൻറ്റിനെ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇവൻറ്റിനെ ഞാൻ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എ മീൻസ് ഇവൻ്റ് ഓഫ് സോൾവിങ് ദ പ്രോബ്ലം ബൈ എക്സ്. ഓക്കെ, രണ്ടാമത്തെ ഇവൻറ്റിനെ ഞാൻ ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോഴത് ഇവൻ്റ് ഓഫ് സോൾവിങ് ദ പ്രോബ്ലം ബൈ വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കേസും നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് കേസ് നമ്മൾ എഴുതി, രണ്ടാമത്തെ കേസും എഴുതി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ പ്രൊബബിലിറ്റി ദാറ്റ് ഐദർ എക്സ് ഓർ വൈ വിൽ സോൾവ് ദ പ്രോബ്ലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സോ അല്ലെങ്കിൽ വൈയോ ഇത് ചെയ്യാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുക, എക്സ് ഓർ വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഓർ വന്നതുകൊണ്ട് അത് അഡീഷൻ തിയറത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എക്സ് അല്ലെങ്കിൽ വൈ. അപ്പോൾ ഇവിടെ അഡീഷൻ തിയറമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലെങ്കിൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ രണ്ട് ഇവൻറ്റുകളും
മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. കാരണം ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. കാരണം എന്താ, ഈ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ഒന്ന് 1/8 ആണ്, മറ്റൊന്ന് 1/4 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പി ഓഫ് എ എഴുതാൻ പോവുകയാണ്. പി ഓഫ് എ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇവൻറ്റ് ഹാപ്പനിങ്. അത് എത്രയാണ്? 1/8 ആണ്. ഇനി ഞാൻ പി ഓഫ് ബി സെക്കൻഡ് ആണ് വരുന്നത്. ബി ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത 1/4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവിൽ നമ്മൾ അഡീഷൻ തിയറം കാണുന്നതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ പി ഓഫ് എ ഓർ ബി അതെന്താണ് വരിക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്നാണല്ലോ. ഇതാണ് നമ്മുടെ അഡീഷൻ തിയറത്തിൻ്റെ മ്യൂച്വലി എക്സ്ക്ലൂസീവിലുള്ള ഇക്വേഷൻ. അപ്പോൾ പി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി എന്നാണല്ലോ. ഈസ് ഇക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറയുന്നത് 1/8 ആണ്, പ്ലസ് പി ഓഫ് ബി എന്ന് പറയുന്നത് 1/4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുക 4 + 8 ഡിവൈഡഡ് ബൈ 32 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ 32. സോ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.375 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എക്സോ അല്ലെങ്കിൽ വൈയോ ഇത് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 0.375 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ അഡീഷൻ തിയറം വരുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ഫോർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസിലാണ്. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ ഇപ്പോൾ ആദ്യം നമ്മൾ എന്താണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ളത് മനസ്സിലാക്കണം. താഴെ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാൻ പറ്റും. ആ ഗ്രാഫിനകത്ത് എ ബി രണ്ട് സെറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എയും ബിയും. അതിനകത്ത് എയിലും ബിയിലും കോമൺ എലമെൻറ്റ് ഒരു റെഡ് കളർ കൊണ്ട് കോമൺ എലമെൻറ്റ് അടയാളപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എയിലും ബിയിലും കോമൺ എലമെൻറ്റുകൾ വരുമ്പോൾ അതിനെ നമ്മൾക്ക് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ് പറയാം. അപ്പോൾ ഈ ഒരു കേസിൽ if events are not mutually exclusive, then the probability for A or B to happen is the sum of their probabilities minus the probability for both happen. അതായത് ഇപ്പോൾ എയും ബിയും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്ന സമയത്ത് നമ്മളിവിടെ ചെയ്യുന്നത് പി ഓഫ് എയും പി ഓഫ് ബിയും നമ്മൾ ആഡ് ചെയ്യുകയും അതിൽ നിന്നും കോമൺ എലമെൻറ്റ് നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അതൊന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. ഹിയർ പി ഓഫ് എ ഓർ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ആൻഡ് ബി. അതായത് പി ഓഫ് എയുടെയും പി ഓഫ് ബിയുടെയും ആകെ തുകയിൽ നിന്ന് എയിലും ബിയിലുമുള്ള കോമൺ എലമെൻറ്റിനെ നമ്മൾ ഒഴിവാക്കുന്നു, മൈനസ് ചെയ്യുന്നു. ടെക്നിക്കലി അതിനെ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ സ്റ്റഡി നോട്ട് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും സ്റ്റഡി നോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചില അഡീഷണൽ ക്വസ്റ്റ്യൻസുകളും ഇതിനകത്തുണ്ടാവും. ആ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇവിടെ ഒരു പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ ഏസ് ഓർ എ ക്ലബ്ബ് ഫ്രം എ നോർമൽ ഡെക്ക് ഓഫ് കാർഡ്സ്. ഒരു പെട്ടി കാർഡ്സിനകത്ത് നിന്നും ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു എയ്സോ കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു എയ്സോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെയുള്ള രണ്ട് ഇവൻസുകളെയും ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് എഴുതുകയാണ്. എ, ദ ഇവൻറ്റ് ഓഫ് ഏസ് ഒക്കറിങ്. ദെൻ രണ്ടാമത്തെ ഇവൻറ്റ് ബി,
അത് ദ ഇവൻറ്റ് ഓഫ് ക്ലബ്ബ് ഒക്കറിങ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇവൻറ്റുകളെയും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്തത് കാണാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് എയ്സ് ഒക്കറിങ്, ദാറ്റ് മീൻസ് പി ഓഫ് എ. ഒരു എയ്സ് കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എയ്സ് എന്ന് പറയുന്നത് ഒരു പെട്ടി കാർഡിനുള്ളിൽ എയ്സിൻ്റെ എണ്ണം 4 കാരണം 4 വിഭാഗങ്ങളിലും എന്തുണ്ട്, 4 എയ്സ് ഉണ്ട്. അപ്പോൾ 4 വരും. ആകെ എത്ര കാർഡ്സ് ആണുള്ളത്, 52. അപ്പോൾ 4/52. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 4/52 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതേപോലെ പി ഓഫ് ബി. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഒക്കറിങ് ആണ്. ഒരു ക്ലബ്ബ് വരാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഒരു പെട്ടി ചീട്ടിനകത്ത് എത്ര ക്ലബ്ബുകളുണ്ട്, 13 ക്ലബ്ബുകളാണുള്ളത്. അപ്പോൾ 13/52 എന്ന് കിട്ടും. 13/52. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വരാനുള്ള സാധ്യതകളെ നമ്മൾ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യനിൽ, ഡ്രോയിങ് ആൻ എയ്സ് ഓർ എ ക്ലബ്ബ്. ഒരു എയ്സോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർ വന്നതുകൊണ്ട് നമുക്കിവിടെ പി ഓഫ് എ ഓർ ബി എന്ന് പറയാമല്ലോ. എയോ അല്ലെങ്കിൽ ബിയോ വരാനുള്ള സാധ്യത എന്നല്ലേ. അപ്പോൾ ഈ ഓർ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതെന്ത് തിയറമാണ്, അഡീഷൻ തിയറമാണ്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലെങ്കിൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ. ഈ ഒരു കേസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലെങ്കിൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ. ഇത് ഒരു നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പെട്ടി ചീട്ടിനകത്ത് എയ്സിൻ്റെ എണ്ണം എത്രയാണ്, 4. ഓക്കെ, ക്ലബിൻ്റെ എണ്ണം എത്രയാണ്, 13. അപ്പോൾ ഈ ക്ലബിൽ എന്തുണ്ട്, ഒരു എയ്സ് ഉണ്ട് ഇല്ലേ. ഈ ക്ലബിനകത്ത് ഓൾറെഡി ഒരു എയ്സ് ഉണ്ട്. അതേ എയ്സ് തന്നെ ഇവിടെയും ഉണ്ട്. അപ്പോൾ എയിലും ബിയിലും ഒരു കോമൺ എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ആ കോമൺ എലമെൻറ്റിനെ നമ്മളിവിടെ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഇത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവായി വരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അഡീഷൻ തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 1നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ദാറ്റ് മീൻസ് എയിലും ബിയിലുമുള്ള ആ കോമൺ എലമെൻ്റ് ആണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് 1/52 ആണ്. കാരണം 52 കാർഡിൽ 1 കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 4/52 ആണ്. പ്ലസ് ബി എന്ന് പറയുന്നത് 13/52 ആണ്. മൈനസ് 1/52 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് 13 മൈനസ് 1 ഡിവൈഡഡ് ബൈ 52 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 16/52. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എയ്സോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്, 16/52 ആണ്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലെങ്കിൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളത്. ഓക്കെ.